ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി കുഞ്ഞയില വെച്ചൊരു മുളകിട്ടതാണ് കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കുഞ്ഞയില നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ടിട്ട് കൊടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളിയുടെ പകുതി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് നമുക്ക് അരിഞ്ഞത് നമുക്കിട്ട് കൊടുക്കാം. ഒരു 10ഓളം ചുവന്നുള്ളി ചുള നമുക്കിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളമൊഴിച്ച് നല്ല ഫൈനായിട്ട് നമുക്കിത് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. മൺചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമുക്കൊരു 15ഓളം ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ചുവന്നുള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് നടുകീറിയതും കുറച്ച് കറിവേപ്പിലയും, ഒരു തക്കാളിയുടെ പകുതിയാണ് നമ്മൾ അരച്ചത്. അപ്പോൾ ബാക്കി പകുതി നമുക്കിതിലേക്ക് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിക്കാം. നമ്മുടെ ചുവന്നുള്ളി നല്ല മൂത്ത് മണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ അരപ്പ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്ത പാത്രത്തിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തതിന് ശേഷം അതുകൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് അരിച്ചെടുത്ത് നമുക്ക് എത്രയാണ് പുളി ആവശ്യം എന്ന് തോന്നുന്നത് അത്രയും എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 2-3 മിനിറ്റിന് ശേഷം നന്നായി തിള വരും. തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ്. നമ്മൾ അരച്ച് ചേർത്ത നമ്മുടെ ഈ തക്കാളി നന്നായി വെന്ത് കിട്ടണം. അതിനായി വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം തുറന്നതിന് ശേഷം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനൊക്കെ കഴുകി നല്ല ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ മുകളിലൊക്കെ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയെല്ലാം പിടിക്കാനായിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മീനുകളെല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാ മീനുകളും നമുക്ക് ഇതുപോലെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തവി വെച്ച് ഒന്ന് മെല്ലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കറിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് നമുക്ക് മീതേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വളരെ രുചികരമായ ഒരു അയലമീൻ മുളകിട്ടതാണിത്, കുഞ്ഞയില മുളകിട്ടത്. ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.